കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 47-ാമത്തെ മെസ്സേജിൻ്റെ സെക്കൻഡ് പാർട്ടാണ് വായിക്കുന്നത്. ഓ പാപത്തിൽ മുങ്ങിയ മനുഷ്യകുലമേ, നിങ്ങൾ സഹനം എന്തെന്നറിയാൻ പോകുന്നു. അനേകർ തങ്ങളുടെ പാപവും ദുഷ്പ്രവൃത്തികളും മൂലം മറ്റനേകം പേർ ഇപ്പോൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നരകത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഓർക്കുക, മുന്നറിയിപ്പിന് ശേഷവും അനുതപിക്കാത്തവരെ ഞാൻ എന്നിൽ നിന്ന് വിച്ഛേദിക്കും. പിശാച് മുറിവേറ്റവനാണെന്നും അവൻ ആത്മാക്കളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുവെന്നും ഓർക്കുക. ദൈവത്തിൻ്റെ മക്കളെ, പിശാച് ശക്തരായ ആത്മാക്കളെ കാണുന്നുണ്ട്. അവൻ അവരെ അറിയാം, അവരുടെ ബലഹീനതകളും അറിയാം. വരാനിരിക്കുന്ന മഹാകഷ്ടതകളുടെ സമയത്ത് തങ്ങളുടെ സഹോദരർക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപേ അവൻ അവരെ വൈകാരികമായി തളർത്തുകയും ചിതറിച്ചു കളയുകയും അവരുടെ ശക്തി ക്ഷയിപ്പിച്ചു കളയുകയും ചെയ്യുന്നു. ലോലഹൃദയർ എളുപ്പത്തിൽ തൻ്റെ പിടിയിൽ വീഴുമെന്ന് പിശാചിനറിയാം. അതുകൊണ്ട് അവൻ അവരെ മന്ദോഷണരാക്കുകയും അവർ അറിയാതെ തന്നെ അവരെക്കൊണ്ട് തുടർച്ചയായി തിന്മ ചെയ്യിക്കുകയും ചെയ്യുന്നു. എനിക്ക് ഓരോ മനുഷ്യൻ്റെയും വിശപ്പും ദാഹവും അറിയാം, എന്നാൽ അത് ശരീരത്തിൻ്റെ വിശപ്പോ ദാഹമോ അല്ല. അതുകൊണ്ട് നിങ്ങളും എൻ്റെ വിശപ്പും ദാഹവും മനസ്സിലാക്കണം. സ്വർഗം അഭിലഷിക്കുന്നത് പ്രാർത്ഥിക്കുന്നതും ഒരേ ഒരു നിയോഗത്തിനു വേണ്ടിയാണ്. അത് തങ്ങളുടെ സഹോദരീ സഹോദരന്മാരുടെ മാനസാന്തരമാണ്. മാലാഖമാർ, വിശേഷിച്ച് ഓരോ വ്യക്തിയുടെയും കാവൽ മാലാഖമാർ വളരെയേറെ സങ്കടപ്പെടുന്നു. കാരണം ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല. അവരുടെ ഈ ദുഃഖം കാണുന്ന ഞാനും ദുഃഖിക്കുന്നു. ഇടയ്ക്കൊക്കെ അവർക്ക് എൻ്റെ അടുക്കൽ പരാതി പറയാമായിരുന്നു. എന്നാൽ നിങ്ങളോടുള്ള അവരുടെ സ്നേഹത്തെ പ്രതി ഇന്നുവരെ അവർ അതെല്ലാം സഹിച്ചുകൊണ്ടേയിരിക്കുന്നു.